ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മിക്കവാറും ആൾക്കാർ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ ഷോൾഡർ പെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കൈകൾ ഉയർത്താൻ പറ്റാതെ വരിക, അത് കണക്ക് നമുക്ക് കൈകൾ കൊണ്ട് ഒരു മൂവ്മെൻറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്കും അസഹ്യമായിട്ടുള്ള വേദനയായിരിക്കും. അത് കണക്ക് തന്നെ കഴുത്തിൻ്റെ വേദന ഇതോടൊപ്പം തന്നെ ഉണ്ടാകുന്നതാണ്. വലിയ വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത് മാറ്റാനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് കുറച്ച് വർക്കൗട്ടുകൾ വീട്ടിൽ ഫോളോ ചെയ്യാം. ഒരു 7 ദിവസം തന്നെ നിങ്ങൾ ചെയ്താൽ തന്നെ നല്ല മാറ്റം നിങ്ങൾക്ക് കണ്ടു തുടങ്ങുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്കിത് നിങ്ങളുടെ ബെഡിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ട്രെയിറ്റായിട്ട് ഇരിക്കുക. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന പോലെ നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ കാലിൻ്റെ മുട്ടുകളിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഷോൾഡർ ഭാഗം ഇതേപോലെ നിങ്ങൾ മുകളിലോട്ട് ഉയർത്തി കൊടുക്കുക. ഇതേ കണക്ക് കണ്ടില്ലേ? ഇതേപോലെ നിങ്ങൾ ഒരു 10 പ്രാവശ്യം ചെയ്യുക. നല്ല ഒരു വ്യായാമമാണ്. നിങ്ങളുടെ ഷോൾഡർ മൊബിലിറ്റിക്ക്, നിങ്ങളുടെ ഷോൾഡർ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ്. ഓക്കെ, നിങ്ങൾ 10 പ്രാവശ്യം ചെയ്തതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമുക്ക് ഒരു വട്ടം കൂടെ ചെയ്യാം. 1 2 ഇതേപോലെ തന്നെ 3 നൈസ് 4 5 6 7 8 9 10. ഓക്കെ, റിലാക്സ് ചെയ്യുക. നമ്മൾ 2 പ്രാവശ്യം ഇതേപോലെ ചെയ്തു. അതിനുശേഷം നമ്മൾ അതേ കണക്ക് തന്നെ നമ്മുടെ കൈകൾ നമ്മുടെ കാലിൻ്റെ മുട്ടുകൾ ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ ചെയ്തുകൊണ്ട് ബാക്കിലോട്ട് ഒരല്പം ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. കണ്ടില്ലേ? ഇതേപോലെ കൊണ്ടുവന്ന് ഒന്ന് ബാക്കിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക. ഇതേപോലെ നിങ്ങൾ ഒരു 10 പ്രാവശ്യം ചെയ്യുക. ഓക്കെ, 4 5 6 7 ചെറുതായിട്ടൊന്ന് ബാക്കിലോട്ട് ഒന്ന് പുഷ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ഒരു 10 പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. വീണ്ടും നമ്മൾ നമ്മുടെ കഴുത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ പിടലിക്ക് വേണ്ടിയിട്ട്, കഴുത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്ട്രെച്ചിങ് ആവാം. നിങ്ങളുടെ കൈകൾ ഇതേപോലെ തലയുടെ ഭാഗത്തായിട്ട് പിടിച്ചതിന് ശേഷം നിങ്ങൾ ഒരു സൈഡിലോട്ട് ഇതേപോലെ സ്ട്രെച്ച് ചെയ്ത് വെക്കുക. ഒരു 10 സെക്കൻഡ് നിങ്ങൾക്ക് ഇതേപോലെ ഹോൾഡ് ചെയ്യാം. ഓക്കെ, ഇതേപോലെ ചെയ്യുക. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡ് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. ഇതേപോലെ സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇതേപോലെ ഒരു 10 സെക്കൻഡ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. അതിനുശേഷം വീണ്ടും നിങ്ങൾ ഒരു വട്ടം കൂടെ ഇതേപോലെ തന്നെ ചെയ്യുക. നൈസ് 1 2 3 4 5 6 7 8 9 10. ഓക്കെ, വീണ്ടും നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡ് എതിർ സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. ഒരുപാട് കഴുത്ത് പിടിച്ചങ്ങ് കൊണ്ടുപോകരുത്. ഓക്കെ, ഒരു സ്ട്രെച്ചിങ് മാത്രമാണ് നമുക്ക് ആവശ്യം. നമ്മുടെ കഴുത്തിലെ ആ ഒരു ഞരമ്പുകൾക്ക് ഒരു സ്ട്രെച്ചിങ് ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ ആ ഒരു സ്ട്രെച്ചിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും നല്ലോണം. ഓക്കെ, അപ്പം ഈ ഒരു വർക്കൗട്ട് നമുക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ 2 കൈകളും ഇതേപോലെ ഉയർത്തുക. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം പതുക്കെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. 2 3 4 5 6 7 8 9 10. ഓക്കെ, റിലാക്സ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു വട്ടവും കൂടെ ഇതേ കണക്ക് ഒരു 10 പ്രാവശ്യം ചെയ്യാം. 1 2 നിങ്ങളുടെ ഷോൾഡർ മൊബിലിറ്റിക്ക് വളരെ നല്ല ഒരു എക്സസൈസാണിത്. 4 5 6. നിങ്ങൾ ഒരു 7 ദിവസം ഒന്ന് കണ്ടിന്യൂ ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഷോൾഡർ പെയിന് നല്ല മാറ്റം കണ്ടു തുടങ്ങുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ വ്യായാമങ്ങളാണ്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ചെയ്യുക. 2 പ്രാവശ്യം ചെയ്യുക. 10 പ്രാവശ്യം വെച്ചിട്ട് ചെയ്യുക.
അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ കൈകൾ ഇതേപോലെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക, ഇതേപോലെ. അതിനുശേഷം ബാക്കിലോട്ട്. ഓക്കെ, 1 2 3 4 5. നമ്മുടെ ഈ ഫ്രോസൺ ഷോൾഡർ എന്നൊക്കെ പറയുന്ന അവസ്ഥ, നമ്മുടെ ഷോൾഡറിനുമായി മരവിച്ചിരിക്കുന്ന അവസ്ഥ, ഇതിനെയൊക്കെ മറികടക്കാനായിട്ട് സഹായിക്കുന്ന വ്യായാമങ്ങളാണ്. നമുക്ക് എക്യുപ്മെൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ 10 പ്രാവശ്യം ഇതേപോലെ ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മൾ ഒന്നും കൂടെ അതേപോലെ ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, റിലാക്സ്. അതിനുശേഷം നമുക്ക് ഒരു സ്ട്രെച്ചിങ്ങിലോട്ട് പോവാം. നമ്മുടെ ഷോൾഡറിനെ നമുക്കൊന്ന് സ്ട്രെച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൈകൾ ഇതേപോലെ കൊണ്ടുവരിക, നിവർത്തി കൊണ്ടുവരിക. അതിനുശേഷം അടുത്ത കൈ കൊണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. നല്ല രീതിയിൽ സ്ട്രെച്ച് ആവട്ടെ കൈ. ഓക്കെ, നമ്മുടെ ആ ഒരു ഷോൾഡർ ഭാഗം നല്ല രീതിയിൽ സ്ട്രെച്ച് ആവട്ടെ. ഒരു 10 സെക്കൻഡ് നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്യാം. 4 5 6 7. ഓക്കെ, ഇതേപോലെ ഒരു 10 സെക്കൻഡ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. അതിനുശേഷം വീണ്ടും അടുത്ത കയ്യിൽ 1 2 3 4 5 6 7 8 9 and 10. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്യാം. അതിനുശേഷം റിലാക്സ് ചെയ്യുക. വീണ്ടും ഒരു വട്ടം കൂടെ നമുക്ക് ഇതേപോലെ സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ, ഇതേ കണക്ക് സ്ട്രെച്ച് ചെയ്യുക. 3 4 5 6 7 8 9 and 10. ഓക്കെ, വീണ്ടും അടുത്ത കയ്യിൽ നമുക്ക് ആവർത്തിക്കാം. ഇത് നിങ്ങളുടെ ഒരു ഷോൾഡറിന് നല്ല ഒരു സ്ട്രെച്ചിങ് ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളിങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് നിങ്ങളുടെ ഒരു ഷോൾഡർ പെയിൻ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്യാതിരിക്കുക. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ അടുത്ത വർക്കൗട്ട് നിങ്ങൾക്ക് പില്ലോ, നമുക്കൊരു ചെറിയ വെയിറ്റ് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ തലയണ എടുക്കാം. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് പിടിക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലോട്ട് 1 2 3 4 5 6 7 8 9. ഒരു വട്ടം കൂടെ ചെയ്യാം. 10. ഓക്കെ, ഒന്ന് റിലാക്സ് ചെയ്യുക. വീണ്ടും നമുക്കൊന്ന് റിലാക്സിന് ശേഷം നമുക്ക് ഒരു 10 പ്രാവശ്യം കൂടെ ഇതേപോലെ ചെയ്യാം. ഓക്കെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ദിവസേന കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 7 8 മിനിറ്റ് മാത്രമാണ് ഇതിനായിട്ട് ആവശ്യം വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡിൽ, നിങ്ങളുടെ ചെയറിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്ക് വേണമെങ്കിലും, നമ്മുടെ ഷോൾഡറിൻ്റെ പ്രശ്നമുള്ള ആർക്ക് വേണമെങ്കിലും ഈ വർക്കൗട്ടുകൾ ചെയ്തുകൊണ്ട് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഷോൾഡറിന് വേദന എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ ഓയിൽമെൻറ്റുകളും ബാമുകളും ഒക്കെ പുരട്ടി നമ്മളിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് മാറ്റം കാണും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ആ ഒരു ഷോൾഡറിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ.